കോർപ്പറേറ്റ് അധികായൻ മുകേഷ് അംബാനിക്ക് വ്യവസായ കളത്തിൽ ശക്തമായ തിരിച്ചടി. 10 വർഷത്തിനിടയിൽ ഇതാദ്യമായി റിലയൻസ് ഇൻഡസ്ട്രീസ് വിപരീത വളർച്ചയുമായി പുതിയ വർഷത്തിലേക്ക്. ഓഹരി വില തിങ്കളാഴ്ച പിന്നെയും ഇടിഞ്ഞു. എണ്ണ റീറ്റെയിൽ രംഗത്തെ മോശം സാഹചര്യങ്ങൾക്കിടയിൽ സ്വത്തിൽ കനത്ത ഇടിവ്. ജൂണിൽ 10.5 ലക്ഷം കോടി രൂപയായിരുന്നത് ഡിസംബർ 13 കണക്ക് പ്രകാരം 8.25 ലക്ഷം കോടിയായി. ബിറ്റ്കോയിൻ വില തിങ്കളാഴ്ച $1,06,000 എന്ന സർവകാല റെക്കോർഡിൽ. 1,10,000 എന്ന ലക്ഷ്യത്തിലേക്കാണ് ലോകത്തെ ബിറ്റ്കോയിൻ പ്രേമികളുടെ അടുത്ത ഉന്നം. എണ്ണയുടെ കാര്യത്തിൽ എന്ന പോലെ ബിറ്റ്കോയിൻ ശേഖരമുണ്ടാക്കാനുള്ള ആലോചനയെക്കുറിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമാണ് പുതിയ കയറ്റത്തിന് കാരണം. മായാവിയായി നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസി ഇന്ത്യയെയും വളയുമോ? സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യക്ക് സർവകാല റെക്കോർഡ്. നവംബറിൽ 20,000 കോടിയുടേതാണ് കയറ്റുമതി. കഴിഞ്ഞ നവംബറുമായി തട്ടിച്ചു നോക്കിയാൽ 92% വളർച്ച. കയറ്റുമതിയിൽ 14,000 കോടിയുമായി ആപ്പിൾ മുന്നിൽ. ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണ മൂർത്തി വിടാൻ ഭാവമില്ല. ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യ നന്നാവാൻ യുവാക്കൾ കഠിനാധ്വാനികളാകണം. 80 കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകേണ്ടി വരുന്നിടത്ത് നമുക്ക് വേണ്ടി ആരാണ് കഠിനാധ്വാനം ചെയ്യുക? വികസനത്തിന് പണം വേണമെന്ന വാദത്തോടെ കടമെടുത്തു മുടിയുകയാണോ കേരളം? ഈ സാമ്പത്തിക വർഷം കേരള സർക്കാർ മുന്നോട്ടു പോകുന്നത് ഓരോ ദിവസവും 117 കോടി രൂപ വായ്പ വാങ്ങിയാണ്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ എടുത്ത കടം 32,002 കോടി രൂപ.